നാളെ ഗണേശോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും വ്യാപകമായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഗണേശോത്സവം. എല്ലാ ജനങ്ങളും മഹാഗണപതിയെ ആരാധിക്കുന്ന ആഘോഷിക്കുന്ന ദിവസമാണ് ഗണേശോത്സവം. ഹിന്ദു കലണ്ടർ മാസമായ ഭാദ്രപദയിൽ ശുക്ലചതുർത്ഥിയിൽ, അതായത് വളരുന്ന ചന്ദ്രൻ്റെ 4-ാം ദിവസം ഗണേശോത്സവം ആചരിക്കുന്നു. വിജയത്തിലേക്കുള്ള എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യാൻ കഴിവുള്ള ദേവനായി ഗണപതി ഭഗവാനെ സങ്കല്പിക്കുന്നു. അതുകൊണ്ട് വിഘ്നങ്ങളെല്ലാം മാറിക്കിട്ടാനായി ഏതൊരു ചടങ്ങിൻ്റെയും ആദ്യം തന്നെ ഗണപതി ഭഗവാനെ പൂജ ചെയ്ത് തൃപ്തിപ്പെടുത്തുന്നു. ഹിന്ദു സങ്കല്പത്തിൽ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും മകനാണ് ഗണപതി. മഹാഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥി. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വിഘ്നവിനാശകനായ ഗണപതി ഭഗവാൻ ഭൂമിയിലെ ഭക്തർക്ക് ദർശനം നൽകുന്ന ദിവസം കൂടിയാണിത്. ശുക്ലചതുർത്ഥിക്ക് തുടക്കം കുറിക്കുന്ന വിനായകോത്സവം 10 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. അനന്ത ചതുർത്ഥിക്കാണ് ആഘോഷങ്ങൾ അവസാനിക്കുന്നത്. ഈ സമയത്ത് ഗണേശ ഭഗവാനെ ആരാധിക്കുന്നത് ബുദ്ധിയും സിദ്ധിയും ലഭിക്കാൻ ഉത്തമമാണെന്നാണ് വിശ്വാസം. ഗണേശോത്സവത്തിന് മനോഹരങ്ങളായ ഗണേശ വിഗ്രഹങ്ങൾ തയ്യാറാക്കി 10 ദിവസം പൂജകൾ നടത്തും. പൂജകൾ നടത്തുന്നതോടൊപ്പം ഭഗവാന്റെ ഇഷ്ടഭക്ഷണമായ ലഡു നേദിക്കുന്നതും വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. പ്രാണപ്രതിഷ്ഠ എന്നറിയപ്പെടുന്ന ഈ ചടങ്ങിൽ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പൂജാരിമാർ വിഗ്രഹങ്ങളിലേക്ക് ജീവൻ ആവാഹിക്കും. പൂജകളുടെ അവസാനം ഭക്തിയുടെ നിറവിൽ വിഘ്നേശ്വര മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്യും. നാളെ തുടങ്ങുന്ന ഗണേശോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. നമസ്കാരം, വിജയ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുളിമൂട് സമീപമാണ്. ഇവിടെ നാളെ ഗണേശോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഗണേശ വിഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ ഗണേശ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഇത് നടത്തിപ്പുകാരെന്ന് പറയുന്നത് ശിവസേനയും ഗണേശോത്സവ ട്രസ്റ്റും ചേർന്നാണ് ഈ ഗണേശോത്സവം നടത്തുന്നത്. ഇതിൻ്റെ ഭാരവാഹിയായ RK മേനോൻ സാറിനടുത്ത് തന്നെ കൂടുതൽ നമുക്ക് ചോദിക്കാം. സാർ, എന്താണ് ഗണേശോത്സവം പറയാനുള്ളത്? 2023 ആഗസ്റ്റ് 16-ാം തീയതി തൊട്ട് 23-ാം തീയതി വരെ നടക്കുന്ന ഈ ഗണപതി നിമജ്ജന ഘോഷയാത്രയുടെ ഒരു വിളംബര ഘോഷയാത്രയാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാളെ 16-ാം തീയതി, നാളെ ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മൾ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അത് രാവിലെ 10:30 ശശി തരൂരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 20-ാം തീയതി ഇത് വൈകുന്നേരം 4 മണിക്ക് വിളംബര നിമജ്ജനത്തിനായി കൊണ്ടുപോകും. അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ കേന്ദ്രമന്ത്രി V മുരളീധരൻ ചേട്ടനാണ്. അതിനോടനുബന്ധിച്ച് പല കലാപരിപാടികളും ഇതെല്ലാം നടത്തുന്നുണ്ട്. ഇത് 208 സ്ഥലത്താണ് ഈ പ്രാവശ്യം ഗണപതി പ്രതിഷ്ഠിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ 208 കേന്ദ്രങ്ങളിലായിട്ടാണ് ഗണപതി വിഗ്രഹം ഇപ്പോൾ പ്രതിഷ്ഠ നടത്താൻ പോകുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ഭക്തന്മാരെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും വിപുലമായി നടത്താനാണ് പ്ലാൻ തീരുമാനിച്ചത്, ശരിയാണോ? ഈ പ്രാവശ്യം അതിഗംഭീരമായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഗണപതിയെപ്പറ്റി പല ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഗണപതി ഭക്തന്മാർ ഗണപതി ചോദിച്ചുകൊണ്ട് ഈ വേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഗണപതികൾ ഈ പ്രാവശ്യം പല ഭാഗങ്ങളിലായിട്ടും നമ്മൾ ആരാധിക്കുന്നുണ്ട്. ഗണേശോത്സവത്തിൻ്റെ ജില്ലാ സെക്രട്ടറി നമ്മുടെ കൂടെ ഉണ്ട്. സാറിൻ്റെ കൂടെ അഭിപ്രായം ചോദിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഗണേശോത്സവം ഓഗസ്റ്റ് 16 മുതൽ 20 വരെ നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് 15-ാം തീയതിയായി ഇന്ന് തന്നെ ഗണേശ വിഗ്രഹങ്ങൾ ഗണേശ പൂജ നടത്തുന്ന പൂജാ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും നാളെ രാവിലെയും വൈകുന്നേരവുമായി നാളെ പൂജാ കേന്ദ്രങ്ങളിൽ വിഗ്രഹം പ്രതിഷ്ഠ ചെയ്ത് 5 ദിവസത്തെ പൂജാകർമ്മങ്ങളോടുകൂടി വരുന്ന 20-ാം തീയതി പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഗംഭീരമായ ഘോഷയാത്രയും അതോടൊപ്പം തന്നെ സാംസ്കാരിക സമ്മേളനവും അതോടനുബന്ധിച്ച് ഘോഷയാത്ര ആരംഭിക്കുകയും ഈ ഘോഷയാത്ര ശംഖുമുഖം ആറാട്ടുകടവിൽ എത്തിച്ചേരുകയും അവിടെ നിമജ്ജനം നടത്തുകയും ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ ഗണേശ വിഗ്രഹ നിമജ്ജന യജ്ഞം പൂർണ്ണമാകുന്നതാണ്. ഈ വർഷത്തെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിനേക്കാളും എല്ലാ സ്ഥലങ്ങളിലും, ക്ഷേത്രങ്ങളിലായാലും ശരി പൊതുസ്ഥലങ്ങളിലായാലും ശരി, എല്ലായിടത്തും ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്ന് വളരെ ഭംഗിയായി എല്ലാ സ്ഥലങ്ങളിലും ഇതൊരു ദേശീയ ഉത്സവമാക്കി മാറ്റണമെന്ന് ഹിന്ദു സംഘടനകളുടെ ഒരു തീരുമാനമുണ്ട്. അതിന് പ്രകാരമാണ് ഗണേശോത്സവം വളരെ ഭംഗിയാക്കി മാറ്റുവാൻ നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ലോകമെമ്പാടും ഗണേശ വിഗ്രഹങ്ങളെ ഇന്ന്
ഇവിടുന്ന് നമ്മുടെ തിരുവനന്തപുരം കേരളത്തിൽ തന്നെ വിവിധ മണ്ഡലം അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ഗണേശ വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അത് വൈകുന്നേരം അതാത് മണ്ഡലങ്ങളിൽ അത് പ്രതിഷ്ഠിക്കുകയും നാളെ രാവിലെയും വൈകുന്നേരവും നടക്കുന്ന പൂജാതി കർമ്മങ്ങൾ തുടക്കം കുറിച്ചുകൊണ്ട് 20-ാം തീയതി ഇത് നിമഞ്ജനം ശംഖുമുഖം കടപ്പുറത്ത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജിയാണ് ഇത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അത് എല്ലാ ഹിന്ദുക്കളും ഹൈന്ദവ സംഘടനകളും ഒത്തൊരുമയോടുകൂടെ ഒരേ ഒരു മനസ്സോടുകൂടി നടക്കുന്ന ഒരു ദേശീയ ഉത്സവമായിട്ട് ഈ ഗണേശോത്സവത്തിനെ മാറ്റാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാളെ രാവിലെ 10 മണിക്ക് ഗണപതി കോവിലിൽ നമ്മളെ ബഹുമാനപ്പെട്ട ശശി തരൂർ MP ആണ് അത് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഗണേശ ഉത്സവത്തിന് ഈ വർഷത്തെ ഗണേശോത്സവത്തിന് വളരെ പ്രസക്തി കൂടുതലാണ്. കാരണം ഒരു ഹൈന്ദവ ആചാരത്തിന് പുറമെ എല്ലാ ജനവിഭാഗങ്ങളും ഒരു നല്ലൊരു കാര്യം തുടങ്ങുമ്പോഴും ആ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹൈന്ദവരാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒരു നല്ലൊരു കർമ്മം തുടക്കം കുറിക്കും. അതിനൊക്കെ ഗണപതി ഭഗവാനെ ജാതി മത വർഗത്തിന് അതീതമായി ഗണേശ ഭഗവാനെ നമ്മൾ തൊഴാറുണ്ട്, എല്ലാ ജനവിഭാഗങ്ങളും. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ചില കോണുകളിൽ നിന്നും ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അതിനെ ശാസ്ത്രീയമായി അല്ലെങ്കിൽ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ മൂർത്തിയെ നമ്മുടെ സമൂഹത്തിൽ ഒരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ടും ഭഗവാന്റെ ആ ചൈതന്യം കുറച്ച് കാണിക്കുന്നതിനും പല മേഖലകളിൽ നിന്നും ചില കോണുകളിൽ നിന്നും ചില വർത്തമാനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ ഗണേശോത്സവം വളരെ ഭംഗിയായി തന്നെ വളരെ ആഘോഷപൂർവ്വം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യത്യസ്തമായി വളരെ ആഘോഷപൂർവ്വം എല്ലാ ആൾക്കാരെയും, അതായത് സാമൂഹികപരമായിട്ടും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നിൽക്കുന്ന എല്ലാ തലത്തിലുള്ള ആൾക്കാരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷത്തെ ഗണേശ വിഗ്രഹത്തിൻ്റെയും ഗണേശ ചൈതന്യത്തെയും ഉണർത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയും ശിവസേനയും തീരുമാനം എടുത്തിട്ടുള്ളത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്ക് മുന്നേ സംസാരിച്ച രാധാകൃഷ്ണൻ ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ നെയ്യാറ്റിൻകരയുടെ ഭാരവാഹിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റുമായ ശ്രീ സന്തോഷ് ജി, അതുപോലെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇതിൻ്റെ ചൈതന്യത്തെയും ഈ ഗണേശോത്സവത്തിനെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായി സംസാരിച്ചു. നാളെ നടക്കുന്ന പിന്നെ പഴവങ്ങാടിയിൽ നടക്കുന്ന പ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ആ പൂജയും ആ നിലവിളക്ക് കൊളുത്തുന്നതും ബഹുമാനപ്പെട്ട നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ MP ശശി തരൂർ അവറുകളാണ്. നാളെ ഈ ചടങ്ങിന് തുടക്കമാവും. 20-ാം തീയതി വൈകുന്നേരം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെച്ചിട്ടുള്ള ഈ 5 ദിവസം വെച്ച് പൂജിച്ച വിഗ്രഹങ്ങൾ, അത് ശക്തി ആർജിച്ച വിഗ്രഹങ്ങൾ പഴവങ്ങാടിയിൽ വരികയും അവിടെ നടക്കുന്ന മഹാസമ്മേളനം ബഹുമാനപ്പെട്ട കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ ജിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ശംഖുമുഖത്തേക്ക് അത് പുറപ്പെടുന്നതാണ്. അവിടെ നടക്കുന്ന ഒരു യാഗത്തിന് ശേഷം ശംഖുമുഖം ആറാട്ടുകടവിൽ നടക്കുന്ന ഒരു വലിയൊരു യാഗവും അതിനോട് പൂജയും നിരവധി തന്ത്രിമാരും ക്ഷേത്ര പൂജാരിമാരും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ആ പൂജയോടുകൂടി ഈ വർഷത്തെ ഗണേശോത്സവം സമാപിക്കും. കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം ഗണേശോത്സവം വിപുലമാക്കാനാണ് ഭാരവാഹികളുടെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്നും വിജയ ന്യൂസ്.